കായംകുളത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനം. പ്രതിഷേധിച്ച അജിമോനെ പോലീസ് വലിച്ചിഴച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഉൾപ്പെടെ 50-ലധികം പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. കായംകുളത്ത് പുത്തൻ റോഡിന് സമീപമാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം പോയപ്പോൾ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മാറ്റുന്നതിന് ഇടയിലാണ് നവകേരള സദസ്സിന്റെ ടീഷർട്ട് ഇട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി ഭിന്നശേഷിക്കാരനെ ചവിട്ടിയത്. പോലീസ് ഇദ്ദേഹത്തെ വലിച്ചിഴക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അരിതാ ബാബുവിന്റെ നേതൃത്വത്തിലും പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി ഇവരെ തല്ലി. തുടർന്ന് പോലീസ് ലാത്തി വീശി. ഇതിനിടെ ഹരിതാ ബാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് പത്തിയൂർ, അജ്മഹൽ കണ്ടല്ലൂർ അടക്കമുള്ള 50-ലധികം പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. കായംകുളം, കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലാണ് നേതാക്കൾ കരുതൽ തടങ്കലിൽ ഉള്ളത്. റിപ്പോർട്ടർ, ആലപ്പുഴ.